ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉച്ചയൂണിന് പ്രിപ്പറേഷനിലാണ്. നിങ്ങളൊക്കെ എന്താ ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാനിവിടെ ഒരു സാമ്പാറാണ്, അതായത് മിക്സ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കൈപ്പയ്ക്ക. കൈപ്പയ്ക്ക ആരും അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണ്, എങ്കിലും ചില ദിവസങ്ങളിൽ നമ്മൾ വെക്കണമല്ലോ. ഇതും ഒരു വെജിറ്റബിളിനകത്തുള്ളൊരു അംഗമായതുകൊണ്ട് നമ്മൾ ഇവരെയും പരിഗണിക്കണം. അപ്പോൾ കൈപ്പയ്ക്കയ്ക്ക് വന്നിട്ട് കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പുളിയുണ്ടല്ലോ, പുളി വെള്ളം കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം, ഇത് മെഴുക്ക് വരട്ടുമ്പോൾ. അപ്പോഴേക്കും ഞാൻ എൻ്റെ സാമ്പാറിനകത്തായിട്ട് ഇടുന്ന ഇതെല്ലാം കടുകും പിന്നെ കറിവേപ്പില ഇതെല്ലാം ഞാൻ താളിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തെല്ലാം പുറത്ത് കളയുന്നത്, എന്ത് ചെയ്യാനോ, ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടാണ് ഞാൻ ഈ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ടാവും, അപ്പം ക്ഷമിക്കുക. അപ്പം ഇതൊക്കെ നന്നായിട്ട് താളിച്ചിട്ട് ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സാമ്പാർ റെഡിയായി. പിന്നെ എൻ്റെ കയ്പ്പയ്ക്കയുടെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരെ കയ്പ്പുണ്ടാവത്തില്ല. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. യൂഷ്വലി എനിക്ക് കയ്പ്പയ്ക്ക ഇഷ്ടമല്ലാത്ത, പക്ഷേ അന്നത്തെ ദിവസം ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ഒട്ടും ഫീലായില്ല ആ കയ്പ്പ്. ഇറ്റ് ഈസ് വെരി ഗുഡ് കോമ്പിനേഷൻ വിത്ത് സാമ്പാർ, കയ്പ്പയ്ക്ക, ചൂട് ചോറും ഒക്കെ ആയിട്ട്. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കയ്പ്പയ്ക്ക കേട്ടോ. ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്താൽ സൂപ്പറായിരിക്കും. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ ചോറും സാമ്പാറും കയ്പ്പയ്ക്ക ഉപ്പേരിയും പിന്നെ കുറച്ച് കടുക് മാങ്ങയുമായിട്ടുള്ള എൻ്റെ ലഞ്ച് റെഡിയായി. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ബൈ.